എന്താണ് നന്മ? എന്താണ് ധാർമ്മികത? ഈ ചോദ്യങ്ങളുടെയെല്ലാം തുടക്കം പുരാതന ഏഥൻസിലെ ഒരു കോടതിക്ക് പുറത്തുനിന്നാണ്. അവിടെ പ്രശസ്ത തത്വചിന്തകനായ സോക്രട്ടീസ് തനിക്കെതിരെയുള്ള ഒരു കേസിന്റെ വിചാരണയ്ക്കായി കാത്തുനിൽക്കുകയാണ്. ഈശ്വരനിന്ദയാണ് കുറ്റം. ഈ ഒരു സാഹചര്യത്തിലാണ് പാശ്ചാത്യ തത്വചിന്തയെ തന്നെ സ്വാധീനിച്ച ഒരു സംഭാഷണം നടക്കുന്നത്. അങ്ങനെ വിചാരണ കാത്തുനിൽക്കുമ്പോഴാണ് സോക്രട്ടീസ് യൂത്തിഫ്രോ എന്നൊരാളെ കണ്ടുമുട്ടുന്നത്. ഒരു മതപണ്ഡിതനാണ് അദ്ദേഹവും ഒരു നിയമപരമായ ആവശ്യത്തിനായിട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. ദൈവങ്ങളെ നിന്ദിച്ചു എന്ന കേസിൽ പ്രതിയായി നിൽക്കുകയാണ് സോക്രട്ടീസ്. പക്ഷേ അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിക്കുന്നത് യൂത്തിഫ്രോയുടെ കേസാണ്. അപ്പൊ നമുക്ക് ഈ സംഭാഷണത്തിലെ രണ്ട് പ്രധാനികളെ ഒന്ന് പരിചയപ്പെടാം: സോക്രട്ടീസും യൂത്തിഫ്രോയും. അറിവിനെക്കുറിച്ചും ദൈവഭക്തിക്കൊക്കെ കുറിച്ചുമൊക്കെ നേർവിപരീതമായ കാഴ്ചപ്പാടുള്ള രണ്ടുപേർ. യൂത്തിഫ്രോയുടെ അവകാശവാദം കേട്ട് സോക്രട്ടീസ് ശരിക്കും അമ്പരന്നുപോയി. കാരണമെന്താണെന്നോ? ദൈവങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് ശരിയായ ഭക്തി എന്നൊക്കെ തനിക്ക് 100% അറിയാമെന്ന ഉറച്ച വിശ്വാസത്തിൽ സ്വന്തം അച്ഛനെതിരെ കൊലപാതക കുറ്റത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് യൂത്തിഫ്രോ. തനിക്കെതിരെയുള്ള കേസ് വാദിക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കിയിരിക്കുന്ന സോക്രട്ടീസിന് ഇതൊരു സുവർണാവസരമായി തോന്നി. ദൈവഭക്തിയെക്കുറിച്ച് ഇത്രയധികം അറിയാമെന്ന് പറയുന്ന ആളല്ലേ, എന്നാ പിന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു കളയാം, എന്താണ് ഈ ഭക്തിയെന്ന്, അല്ലേ? അങ്ങനെ തനിക്ക് എല്ലാം അറിയാമെന്ന ഭാവത്തിൽ യൂത്തിഫ്രോ ആ വിഷയത്തെപ്പറ്റി നിർവചിക്കാൻ തുടങ്ങി. പക്ഷേ തുടക്കം തന്നെ ഒന്ന് പാളിപ്പോയി. യൂത്തിഫ്രോയുടെ ആദ്യത്തെ നിർവചനം ഇതായിരുന്നു: ഭക്തി എന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യമാണ്. ചുരുക്കിപ്പറഞ്ഞാൽ സ്വന്തം പ്രവൃത്തിയെ തന്നെ ഭക്തിയുടെ ഒരു മാതൃകയായി അദ്ദേഹം അവതരിപ്പിച്ചു. പക്ഷേ സോക്രട്ടീസ് അത് അപ്പത്തന്നെ പിടിച്ചു. ഒരു മിനിറ്റ്, അദ്ദേഹം ചോദിച്ചു, ഇതൊരു നിർവചനമാണോ അതോ വെറുമൊരു ഉദാഹരണമാണോ? സോക്രട്ടീസിന് വേണ്ടത് അതല്ലായിരുന്നു. അദ്ദേഹത്തിന് അറിയേണ്ടത് ഭക്തി നിറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഭക്തി നിറഞ്ഞത് ആക്കുന്ന ആ അടിസ്ഥാനപരമായ ആശയമെന്താണെന്നാണ്. ആ കാതലെന്താണ്? അതുകൊണ്ടുതന്നെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. കാരണം വ്യക്തമാണല്ലേ, ഒരു ഉദാഹരണം കൊടുക്കുന്നത് നിർവചനമാവില്ല. ഭക്തി എന്ന ആശയത്തിന്റെ യഥാർത്ഥ സത്ത എന്താണെന്ന് പറയാൻ യൂത്തിഫ്രോയ്ക്ക് കഴിഞ്ഞില്ല. അപ്പൊ ആദ്യത്തെ ശ്രമം പാളിയല്ലോ. യൂത്തിഫ്രോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അദ്ദേഹം കുറച്ചുകൂടി ആലോചിച്ച് രണ്ടാമത്തെ ഒരു നിർവചനവുമായി മുന്നോട്ടു വന്നു. ഇത്തവണത്തെ നിർവചനം ഇതാണ്: ഭക്തി എന്ന് പറയുന്നത് ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യമാണ്. അഭക്തി എന്ന് പറയുന്നത് അവർക്ക് പ്രിയമില്ലാത്തതും. ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി കൊള്ളാമെന്ന് തോന്നുന്നുണ്ടല്ലേ? ഭക്തിയെന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. സിമ്പിൾ. പക്ഷേ ഇവിടെയാണ് സോക്രട്ടീസിന്റെ അടുത്ത കൗണ്ടർ വരുന്നത്. അദ്ദേഹം യൂത്തിഫ്രോയുടെ വിശ്വാസങ്ങളെ തന്നെ ഒരായുധമാക്കി. അദ്ദേഹം ചോദിച്ചു, ഒരു സംശയം, നമ്മൾ കേൾക്കുന്ന പുരാണ കഥകളിലൊക്കെ ദൈവങ്ങൾ തമ്മിൽ തർക്കിക്കാറില്ലേ? നല്ലതേതാണ്, ചീത്ത ഏതാണ് എന്നതിനെക്കുറിച്ചൊക്കെ അവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമില്ലേ? ഇവിടെയാണ് പ്രശ്നം, അല്ലേ? ഒരു ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യം ചിലപ്പോൾ മറ്റൊരു ദൈവത്തിന് വെറുപ്പായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരേ കാര്യം ഒരേ സമയം ഭക്തിയുള്ളതും ഭക്തിയില്ലാത്തതുമാകില്ലേ? അതോടെ ആ നിർവചനവും പൊളിഞ്ഞു. രണ്ടാമത്തെ നിർവചനവും തകർന്നപ്പോ യൂത്തിഫ്രോ ഒരു ചെറിയ മാറ്റം വരുത്തി. എല്ലാ ദൈവങ്ങൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് ഭക്തി. പക്ഷേ ഈ ഉത്തരമാണ് സോക്രട്ടീസിനെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആഴത്തിലുള്ളൊരു ചോദ്യത്തിലേക്ക് നയിച്ചത്. അതാണ് ചരിത്രപ്രസിദ്ധമായ യൂത്തിഫ്രോ ഡിലമ അഥവാ യൂത്തിഫ്രോ പ്രതിസന്ധി. ചോദ്യം ഇതാണ്: ഒരു കാര്യം നല്ലതായതുകൊണ്ടാണോ ദൈവങ്ങൾ അതിനെ സ്നേഹിക്കുന്നത്, അതോ ദൈവങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ടാണോ അതൊരു നല്ല കാര്യമായി മാറുന്നത്? ഒറ്റനോട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ ഈ ചോദ്യം തത്വചിന്തയുടെയും ദൈവശാസ്ത്രത്തിന്റെയും അടിത്തറയിളക്കുന്ന ഒന്നാണ്. ഈ ചോദ്യം നമ്മുടെ മുന്നിൽ രണ്ട് സാധ്യതകളാണ് വെക്കുന്നത്. ഒന്നാമത്തെ വഴി: കാര്യങ്ങൾക്ക് സ്വയമേ ഒരു നന്മയുണ്ട്, ആ നന്മയെ തിരിച്ചറിഞ്ഞാണ് ദൈവങ്ങൾ അതിനെ സ്നേഹിക്കുന്നത്. രണ്ടാമത്തെ വഴി: കാര്യങ്ങൾക്ക് തനിയെ നന്മയൊന്നുമില്ല, ദൈവങ്ങൾ അതിനെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അതൊരു നല്ല കാര്യമായി മാറുന്നു. ഇതൊരു വെറും വാക്കുകളുടെ കളിയല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കാരണം ഈ രണ്ടു വഴികളിൽ ഏതാണ് ശരിയെന്നതിനെ ആശ്രയിച്ചിരിക്കും ധാർമ്മികതയെക്കുറിച്ചുള്ള നമ്മുടെ മൊത്തം കാഴ്ചപ്പാടും. ഒന്നാമത്തെ വഴിയെടുത്താൽ എന്താണ് സംഭവിക്കുക? അതിനർത്ഥം ധാർമ്മികത അല്ലെങ്കിൽ നന്മ എന്നത് ദൈവങ്ങൾക്കും മുകളിലുള്ള ഒന്നാണെന്നാണ്. ദൈവങ്ങളെപ്പോലും ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി രണ്ടാമത്തെ വഴിയാണെങ്കിലോ? അപ്പോഴേ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രശ്നമാണ്. നന്മയെന്നത് ദൈവങ്ങളുടെ ഇഷ്ടം മാത്രമാണ്,
ഇന്ന് അവർക്കിഷ്ടമുള്ളത് നാളെ ഇഷ്ടമല്ലാതായാൽ, ഇന്ന് നല്ലതായ കാര്യം നാളെ തിന്മയാകാം. അതായത് ധാർമ്മികതയ്ക്ക് ഒരു സ്ഥിരതയുമില്ലാതാവും. ഈയൊരു വലിയ ചോദ്യത്തിനു മുന്നില് യൂത്തിഫ്രോ ശരിക്കും പെട്ടുപോയി. സംഭാഷണം എങ്ങുമെത്താതെ ഇങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങി. യൂത്തിഫ്രോയ്ക്ക് പതിയെ മടുത്തു തുടങ്ങി. എന്നാലും അദ്ദേഹം ചില അവസാന ശ്രമങ്ങൾ നടത്തി. ഭക്തി എന്നത് നീതിയുടെ ഒരു ഭാഗമാണ്, അതൊരു സേവനമാണ്, അല്ലെങ്കിൽ ദൈവങ്ങളുമായിട്ടുള്ള ഒരു കച്ചവടമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ സോക്രട്ടീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവസാനം യൂത്തിഫ്രോ തന്നെ പരാജയം സമ്മതിക്കുന്ന മട്ടിലായി. അദ്ദേഹം പറഞ്ഞു, എന്താണെന്നറിയില്ല, നമ്മൾ എന്തു പറഞ്ഞാലും അതവിടെ ഉറച്ചു നിൽക്കുന്നില്ലല്ലോ, അതെങ്ങോട്ടോ നടന്നു പോകുന്ന പോലെ തോന്നുന്നു. എന്നിട്ട് ഒരു തമാശ പോലെ സോക്രട്ടീസിനോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ് എന്റെ വാദങ്ങളെല്ലാം ഓടിപ്പോകുന്നത്. അങ്ങനെ ഭക്തിക്ക് കൃത്യമായ ഒരു നിർവചനം കണ്ടെത്താനാവാതെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു. പക്ഷെ ഒരു ഉത്തരവും കിട്ടിയില്ലെങ്കിലും ആ സംഭാഷണം നമ്മളെ ചില പ്രധാനപ്പെട്ട ചിന്തകളിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അപ്പോ ഭക്തിയെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് പറഞ്ഞു വന്ന യൂത്തിഫ്രോ എന്തു ചെയ്തുവെന്നറിയാവോ? എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പതുക്കെ സ്കൂട്ടായി. അങ്ങനെ സോക്രട്ടീസിനെയും നമ്മളെയും എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിർത്തി. പക്ഷേ നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിലുള്ളൊരു ചോദ്യം ബാക്കിയാക്കി അദ്ദേഹം പോയി. അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ചോദ്യത്തിലാണ്. നന്മ എന്താണെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, നീതിയുക്തമാണോ എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? 2500 വർഷം മുൻപ് സോക്രട്ടീസ് ചോദിച്ച ഈ ചോദ്യത്തിന് ഇന്നും വലിയ പ്രസക്തിയുണ്ട്. കാരണം ഇത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ്.